സീറ്റ് നിഷേധിക്കപ്പെട്ട കെ സുധാകരൻ കണ്ണൂരിൽ മടങ്ങിയെത്തി. പുലർച്ചെ കണ്ണൂരിൽ വിമാനമിറങ്ങിയ സുധാകരന് പ്രവർത്തകർ വലിയ സ്വീകരണമാണ് ഒരുക്കിയത്. യാത്രയുടെ ക്ഷീണമുണ്ടെന്നല്ലാതെ കൂടുതൽ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായില്ല. ഹൈക്കമാൻഡിന് വഴങ്ങിയെങ്കിലും ടി.ഒ. മോഹനായി പ്രചാരണത്തിൽ സജീവമാകുമോ എന്നതടക്കം തുടർ നീക്കങ്ങൾ നിർണായകമാണ്. കെ വി ബൈജു ചേരുന്നുണ്ട്. ബൈജു, സുധാകരൻ ഒട്ടും തൃപ്തിയോടെ അല്ല നമുക്കറിയാം തീരുമാനം പ്രഖ്യാപിച്ചതും മടങ്ങിയതും മറ്റും. പക്ഷെ അതിൽ ഇനിയിപ്പോൾ പാർട്ടിക്ക് വിധേയനാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും പൂർണ്ണസജ്ജനായി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി കാത്തിരിക്കേണ്ടത് എന്താണ് സുധാകരന്റെ നീക്കം എന്നുള്ളതാണ്. എന്ത് പ്രതീക്ഷിക്കണം? മറ്റെന്തെങ്കിലും ഉണ്ടോ സുധാകരന്റെ മനസ്സിൽ? രഞ്ജിത്തെ, അത് തന്നെയാണ് തീർച്ചയായും നിർണായകമാവുക. 2 മണിയോടുകൂടിയാണ്, പുലർച്ചെ 2 മണിയോടുകൂടിയാണ് മട്ടന്നൂരിലെ വിമാനത്താവളത്തിൽ സുധാകരൻ എത്തിയത്. 50ഓളം പ്രവർത്തകർ സുധാകരനെ വൈകി പുലർച്ചെ സ്വീകരിക്കാൻ എത്തിയെന്നാണ് പ്രത്യേകത. മുദ്രാവാക്യ വിളികളിൽ ഉണ്ടായിരുന്നു. വൈകാരികമായ രംഗമായിരുന്നു. പക്ഷേ താൻ ക്ഷീണിതനാണ്, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയത്. എന്തായാലും സുധാകരന്റെ പ്രതികരണം ഇന്ന് ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ താൻ BJP-യിലേക്ക് പോകുമെന്ന ഒരു വാദം അദ്ദേഹം തള്ളി വീട്ടിൽ നിന്നും അത്തരത്തിലുള്ള ഒരു ചെറിയ പ്രതികരണം കൂടി എത്തിയെന്നല്ലാതെ മറ്റു കൂടുതലൊന്നും പ്രതികരിച്ചിട്ടില്ല. ഏതായാലും ഡൽഹിയിലെ 4 ദിവസത്തെ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ പാർട്ടിക്ക് വിധേയനായി എന്ന് പ്രഖ്യാപിച്ചാണ് സുധാകരൻ മടങ്ങിയതെങ്കിലും ഇതിൽ പലതരത്തിലുള്ള കാര്യങ്ങളും ഏറ്റവും ഒടുവിൽ സുധാകരന് വഴങ്ങിയത് അത് എങ്ങനെയാണ് എന്ന് സംബന്ധിച്ച ചോദ്യം ഉയരുന്നുണ്ട്. രാഷ്ട്രീയ കേരളം തീർച്ചയായും വരും മണിക്കൂറുകളിലും ചർച്ചയിൽ അത് തന്നെയായിരിക്കും. കാരണം അത്രത്തോളം വലിയ സമ്മർദ്ദമാണ് ഈ കോൺഗ്രസിന് നേരെ സുധാകരൻ എടുത്തതെന്ന് പറയണം. സ്ഥാനാർത്ഥി പട്ടിക പോലും ഇത്രയും നീണ്ടുപോകാൻ കാരണം സുധാകരന്റെ പ്രശ്നമാണെന്നത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. സുധാകരന്റെ ഈ ഒരു പ്രതികരണത്തിൽ തൊട്ടു പിന്നാലെ ആയിരുന്നു അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായത്. എന്തായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന ഒരു പ്രഖ്യാപനം, കേരളത്തിൽ 15ഓളം സീറ്റുകളിൽ തന്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനം, അത്തരത്തിൽ വലിയ നാടകീയ സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് പാർട്ടിയാണ് വലുത്, താൻ ചെറിയതാണ്, പാർട്ടിയാണ് ഏറ്റവും വലുത്, പാർട്ടിക്ക് വിധേയനായിരിക്കും താൻ എന്ന പ്രതികരണം നൽകി കോൺഗ്രസിനെ ഇത്ര വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിൽ നിന്നും നീക്കിയാണ് സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങിയെന്നും ഏറ്റവും പ്രധാനമാണ്. എന്തായാലും ഇനി കാണേണ്ടത് ടി.ഒ. മോഹന് വേണ്ടി സുധാകരൻ പ്രചാരണത്തിൽ ഇറങ്ങുമോ, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരിൽ സുധാകരന് സ്ഥാനാർത്ഥിത്വം നൽകാതെ സംബന്ധിച്ച് വലിയ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ സുധാകരൻ പ്രചാരണത്തിൽ ഇറങ്ങുമോ? ഇത്തരം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് മാത്രമല്ല, എന്താണ് സുധാകരന് നൽകിയിരിക്കുന്ന ഓഫർ, അത് ഏറ്റവും പ്രധാനമാണ്. ഏതായാലും ഹൈക്കമാൻഡിന്റെ ഏറ്റവും അവസാനത്തെ ഇടപെടലാണ് ഇങ്ങനെ ഒരു സമവായത്തിലേക്ക് എത്തിയെന്ന് വേണം പറയാൻ. മല്ലികാർജ്ജുന ഖാർഗെയുമായി അവസാനമായി ഫോൺ കോൾ വിളിക്കുകയും ആ ഒരു സംസാരത്തിലാണ് സുധാകരനെ മഞ്ഞുരുകിയെന്ന് പറയേണ്ടി വരും. എങ്കിലും സുധാകരൻ ഇനി വരും നീക്കങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ടി.ഒ. മോഹനാണ് കണ്ണൂരിൽ സ്ഥാനാർത്ഥി എന്നതും ഏറ്റവും പ്രധാനമാണ്. ഇതിനിടയിൽ തന്നെ കല്യാശ്ശേരിയിലൊക്കെ ചെറിയ DCC-യിൽ ഒരു പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നുണ്ട്. DCC ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് നാറാത്താണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രാജീവൻ കപ്പച്ചേരിയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. ഈ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയാണ് DCC ജനറൽ സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വലിയ തോതിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും കണ്ണൂരിലെ ഈ രാഷ്ട്രീയം, ഈ ഒരു കോൺഗ്രസിനകത്തുണ്ടാക്കുന്ന തലവേദന അത് ഒഴിയുന്നില്ല എന്ന് വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. അപ്പോഴും ഈ സുധാകരന്റെ ഒരു അടുത്ത നീക്കവും വളരെ നിർണായകമാണ്. എന്ത് ഓഫറിലാണ് സുധാകരൻ ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടായത്, അല്ലെങ്കിൽ വലിയ തോതിൽ പ്രതിരോധത്തിലുണ്ടാക്കിയ ഈ കോൺഗ്രസിൽ നിന്നും അത്തരത്തിൽ മാറ്റമുണ്ടായതെന്നൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ചർച്ചാ വിഷയമാകും. 2 ദിവസം മാത്രമേ ഇനി നാമനിർദ്ദേശ പത്രിക നൽകാൻ സമയമുള്ളൂ. അതായത് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും. ആ 2 ദിവസത്തിനുള്ളിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഇനി കോൺഗ്രസിന് ചെയ്തു തീർക്കാനുണ്ട്. ഏതായാലും വലിയൊരു തലവേദന കോൺഗ്രസിന് താൽക്കാലികമായെങ്കിലും മാറിയെന്ന് കൃത്യമായി പറയാം. സുധാകരനെ കൃത്യമായി ഭരിക്കാൻ സാധിച്ചു എന്നതും ഏറ്റവും പ്രധാനമാണ്. വലിയ തോതിൽ നാടകീയ സംഭവങ്ങളായിരുന്നു ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ടായത്. പടക്കം പൊട്ടിച്ച പ്രവർത്തകർ സുധാകരന് സീറ്റ് ലഭിച്ചു എന്ന് പറയുമ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നതും വലിയ പ്രതികരണങ്ങൾ വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും പങ്കുവെക്കുകയാണ്. ഏതായാലും സുധാകരന്റെ അടുത്ത നീക്കം ശ്രദ്ധേയമാണ്. അത് കാത്തിരുന്ന് കാണുകയും വേണം.